വരുന്നവരാണ്. എവിടെയെങ്കിലും ഒരു അനീതി നടന്നാൽ ആ അനീതിക്ക് പരിഹാരമുണ്ടാക്കാൻ വേണ്ട ക്രിയകൾ ചെയ്യുന്നത് ഈ സംഘക്കളിക്കാരാണ്. അങ്ങനത്തെ സംഘക്കളിക്കാരായതുകൊണ്ടാണ് ഇവർക്ക് പ്രാധാന്യം. അവർ തമാശയ്ക്കുള്ള ശ്ലോകം ചൊല്ലുന്നത് കൊണ്ടല്ല, തെരണ്ടി എന്ന മത്സ്യത്തെ പറ്റി ഒരു ശ്ലോകം ചൊല്ലുന്നത് കൊണ്ടല്ല, അവര് അനീതിക്കെതിരായിട്ട് ഒരുപാട് രംഗങ്ങളിൽ നേരിട്ട് ഫലപ്രദമായി ഇടപെടുന്ന കൂട്ടർ എന്ന നിലയ്ക്ക് ആ ഒരു വശം ഈ പുസ്തകത്തിൽ വേണ്ടത്ര മുന്നോട്ട് വന്നിട്ടില്ല. മറ്റ് ഈ ഒരു കാര്യം ഒഴിച്ചാൽ ഈ പുസ്തകത്തിൽ പല ലോകങ്ങൾ, പല കാലങ്ങൾ, പല ലോകങ്ങൾ. ഇതിലൊരു വളരെ പ്രധാനപ്പെട്ടത് പുതുമനക്കാരുടെ തന്ത്രവിദ്യയുമായിട്ട് ബന്ധപ്പെട്ട്, തന്ത്രം മാത്രമല്ല മന്ത്രവിദ്യയുമായിട്ട് ബന്ധപ്പെട്ട്, മന്ത്രവിദ്യ എന്ന് പറഞ്ഞാൽ വെറും മന്ത്രം ജപം മാത്രമല്ല, മാന്ത്രിക വിദ്യയുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള പല കാര്യങ്ങളും. അതിലാണ് താല്പര്യം എന്ന് വെച്ചാൽ അത് ചെയ്യാം. മാന്ത്രികനായിരുന്നു ഇവരുടെ ഒരു പഴയ കാരണവർ. അദ്ദേഹം ഒരു പൂച്ചയെ, പൊന്നുകൊണ്ടുള്ള ഒരു പൂച്ചയെ ജീവിപ്പിച്ച് തൻ്റെ കൂട്ടത്തിൽ കൊണ്ടു നടന്ന ആളാണ്. ഇങ്ങനെ ഒരുപാട് കഥകൾ. പാക്കനാർ ഇങ്ങനെ ഒരു പശുവിനെ, പൊന്നുകൊണ്ടുള്ള ഒരു പശുവിനെ ജീവിപ്പിച്ചതുപോലെ പുതുമന ഇങ്ങനെ ഒരു പൂച്ചയെ ജീവിപ്പിച്ചത്. മന്ത്രം, യന്ത്രം, തന്ത്രം, ഈ മൂന്ന് വിഷയങ്ങളിൽ, ഈ മൂന്ന് വിഷയമാണ് ഒരു പരമ്പരാഗത സമൂഹത്തിലെ, ഈ ആധുനിക സമൂഹത്തിൻ്റെ തൊട്ട് മുമ്പുള്ള പരമ്പരാഗത സമൂഹത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് പ്രവർത്തനങ്ങൾ, മനുഷ്യ പ്രവർത്തനങ്ങൾ. ഒന്ന് മന്ത്രം, മറ്റേത് യന്ത്രം, മൂന്നാമത്തേത് തന്ത്രം. ഈ മന്ത്രവും യന്ത്രവും തന്ത്രവും, ഈ മൂന്ന് പ്രവർത്തനങ്ങളും ഒരുപോലെ വശത്തായ ഒരാളുടെ പ്രവർത്തന രീതി, അദ്ദേഹത്തിൻ്റെ വാക്ക്, അദ്ദേഹത്തിൻ്റെ മനസ്സ്, അദ്ദേഹത്തിൻ്റെ വാക്ക്, അദ്ദേഹത്തിൻ്റെ പ്രവൃത്തി, ഈ മൂന്ന് ലോകങ്ങളിൽ, ഈ ത്രിലോകങ്ങളിൽ സഞ്ചരിക്കുന്ന ആശയങ്ങളെ കൊണ്ടുള്ള ഒരു പുസ്തകം എന്ന് ഇതിനെ വിശേഷിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. വാസ്തവത്തിൽ ഈ തരത്തിലുള്ള ഒരു പുസ്തകം പുറമേക്ക് ഇത് പുതുമന തന്ത്രിയെക്കുറിച്ചുള്ള പുസ്തകമാണ്. വാസ്തവത്തിൽ അത് വായിച്ചാൽ നമുക്ക് CP നായരുമായിട്ടുള്ള ബന്ധം, പഞ്ചായത്തിലെ പ്രസിഡന്റായിരുന്ന സമയത്തുള്ള കാര്യങ്ങൾ, അങ്ങനെ സംഭവങ്ങളിൽ കൂടെ തെന്നി പോകുന്ന ഒരു കാലം ഈ പുസ്തകത്തിലൂടെ ഇങ്ങനെ രൂപപ്പെട്ടു വരുന്നുണ്ട്. അതിൻ്റെ തൊട്ട അടിയിലാണ് ഇങ്ങനെ മാന്ത്രിക വിദ്യകളും മറ്റും നടത്തി തന്ത്രത്തിൽ തന്നെ താന്ത്രികവും താന്ത്രികേതരവുമായ ഒരുപാട് വിജ്ഞാനങ്ങളെ കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് തൻ്റെ പ്രവൃത്തി നിർവഹിച്ചുകൊണ്ട് നടന്നിരുന്ന തന്ത്രികളെ കുറിച്ചുള്ള ഓർമ്മ. അതാണ് ഒരു വിഗ്രഹം ഉണ്ടാക്കിയപ്പോൾ അതിൻ്റെ കയ്യിൽ എന്തോ കേടുണ്ടല്ലോ എന്ന് പറഞ്ഞ് കൈ തട്ടി നോക്കിയപ്പോൾ ഒരു തവള പുറത്തേക്ക് ചാടുന്നതും തവളയോടൊപ്പം കെടുനീര് പുറത്തേക്ക് ചാടുന്നതുമായിട്ടുള്ള സംഭവം പറയുന്ന ഒരു കഥ. ഇങ്ങനെ പല കഥകൾ. ഈ കഥകളുടേതായ ഒരു നിലവാരത്തിൽ, വിധാനത്തിൽ മുകളിലെ കൂടെ തെന്നി പോകുന്ന ഈ രാഷ്ട്രീയ നമ്മുടെ വർത്തമാന സംഭവങ്ങൾക്കടിയിൽ ഇങ്ങനെ ഒരു സമൂഹത്തിൻ്റെ മുഴുവൻ വിജ്ഞാനത്തെയും അവരുടെ അഭിലാഷങ്ങളെയും അവരുടെ ഭീതികളെയും ഉത്കണ്ഠകളെയും എല്ലാം പ്രസ്തരിക്കുന്ന തരത്തിലുള്ള ഒരുപാട് സംഭവങ്ങളുടേതായ വേറെ ഒരു അടര് ഇതിനടിയിൽ കൂടി ഒഴുകിപ്പോകുന്നുണ്ട്. ഈ രണ്ടാമത്തെ അടരിൻ്റെയും അടിയിൽ അതൊരു സാമൂഹ്യ കാലം എന്ന് വേണേൽ നമുക്ക് പറയാം. നമ്മുടെ സമൂഹം പല കാലങ്ങളിലായി ജീവിച്ചു വന്നതിൻ്റെ കഥകൾ. അതിൻ്റെയും അടിയിൽ ചിരന്തനമായ നമ്മുടെ താന്ത്രിക സംസ്കാരം. താന്ത്രിക സംസ്കാരം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ
ഭക്തിയാണ്. ഭക്തി, യുക്തി എന്ന രണ്ട് രീതിയിലാണ് മനുഷ്യന്റെ പ്രവർത്തനം സംഘടിപ്പിച്ചിട്ടുള്ളത്. ഒന്നുകിൽ യുക്തി അല്ലെങ്കിൽ ഭക്തി. ഭക്തിയിൽ യുക്തി കലരാം. യുക്തിയിൽ ഭക്തി കലരുന്നതിന് പണ്ടൊക്കെ ചില ഉദാഹരണങ്ങൾ നമുക്ക് കിട്ടുമായിരുന്നു. ഇന്ന് യുക്തി ആണെങ്കിൽ അത് ഭക്തിക്കെതിരായിരിക്കണം എന്ന ഒരു തെറ്റിദ്ധാരണ ഇന്ന് പ്രചരിപ്പിച്ചിരിക്കുന്നു. ഇന്ന് ഇന്ത്യ ഭൂഖണ്ഡത്തിന്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗങ്ങളിൽ മാത്രം ചില അവശിഷ്ടങ്ങൾ അവശേഷിപ്പിച്ച് ഒരുപക്ഷെ ഇന്ത്യ ഭൂഖണ്ഡം ഒട്ടാകെ പരന്നിരുന്ന ഒരു സംസ്കാരത്തിന്റെ, അത് ഇന്നേക്ക് ഒരു 4-5 സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പുള്ള ചില ചരിത്രാവശിഷ്ടങ്ങളിൽ തന്നെ നമ്മൾ ഇന്ന് താന്ത്രികം എന്ന് വിശേഷിപ്പിക്കുന്ന രീതിയിലുള്ള പദ്ധതികൾ കാണാൻ കഴിയുന്നു. അതിൻ്റെ അവശിഷ്ടങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നു. അങ്ങനെ നിരന്തരമായിട്ട് മാറ്റമില്ലാതെ തുടർന്നു വരുന്നത് എന്ന് പറഞ്ഞാൽ മുഴുവനും ശരിയാവില്ല. ഇതിൽ അല്പാൽപ്പം മാറ്റം വരുന്നുണ്ട്. ഇതിൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകുന്ന കാര്യം, ഇതിൽ പ്രധാനമായ ഈ പഴയ കാലത്ത് നിന്ന് ഒരു പുതിയ മാറ്റം ഈ താന്ത്രിക പദ്ധതിയിൽ വരുന്നത് വാസ്തവത്തിൽ മഹായാന ബുദ്ധമതക്കാരുടെ കാലത്താണ്. മഹായാന ബുദ്ധമതത്തിൽ കൂടിയാണ് ഈ താന്ത്രിക വിദ്യക്ക് വിഗ്രഹാരാധന അവരാണ് കൊണ്ടുവരുന്നത്, തന്ത്രങ്ങൾ അവരാണ് കൊണ്ടുവരുന്നത്, ഒരുപാട് യന്ത്രങ്ങളും അവരാണ് കൊണ്ടുവന്നിട്ടുള്ളത്. മഹായാന ബുദ്ധമതത്തിൽ നിന്ന് സ്വീകരിച്ച പല ആശയങ്ങളെയും പല സങ്കല്പങ്ങളെയും ഹൈന്ദവമായ ഈശ്വര സങ്കല്പങ്ങളുമായി കലർത്തി അതിൻ്റെ രൂപഭേദങ്ങളാക്കി തീർത്ത രൂപത്തിലാണ് നമ്മൾ ഇന്ന് കാണുന്ന താന്ത്രിക ക്രിയകളും താന്ത്രിക പദ്ധതികളും നിലവിലുള്ളത്. ഈ താന്ത്രിക പദ്ധതികളുടെ ചിരന്തനമായ ഒരു സാംസ്കാരിക സ്രോതസ് ഇതിൻ്റെ ഈ പുസ്തകത്തിലെ പല രചനകളിൽ ഇങ്ങനെ കാണുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ നോക്കിയാൽ ഈ പുതുമന വ്യക്തിയും കൃതികളും എന്ന ഈ ഒരു കൃതിയിലെ രചനകളിൽ കൂടി കടന്നു പോകുന്ന ഒരാൾക്ക് പലതരം കാലങ്ങളിലൂടെ സഞ്ചരിക്കാൻ കഴിയുന്നു. നമുക്ക് കാലം എന്ന് പറഞ്ഞ ഒരൊറ്റ കാലം, ഒന്നുകിൽ കൊല്ലവർഷം, അതല്ലെങ്കിൽ ക്രിസ്തുവർഷം, ജൂതന്മാർക്ക് വേറെ ഒരു വർഷം എന്നൊക്കെ, അത് നെടുനീളത്തിൽ പോകുന്ന ഒരു കാലമാണ്. ഇതിനപ്പുറത്ത് കാലത്തിന് ഒരുപാട് പരിണാമങ്ങളുണ്ട്, ഒരുപാട് പരിമാണങ്ങളുണ്ട്. ഈ കാലത്തിന്റെ പല പരിമാണങ്ങളെ ഉള്ളടക്കുന്നു എന്നത് ഈ കൃതിയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പല കൃതികളിലും ഒറ്റക്കാലമാണ് പ്രാധാന്യം നിൽക്കുന്നത്. ഒറ്റക്കാലം പ്രാധാന്യം നിൽക്കും. അതിലെ സംഭവങ്ങൾ, അതിലെ ആശയങ്ങൾ പ്രാധാന്യം നിൽക്കും. എന്നാൽ നമ്മുടെ ഈ വേദിയിൽ വെച്ച് പ്രകാശനം ചെയ്ത ഈ പുസ്തകത്തിൽ പല കാലങ്ങൾ അതാതിൻ്റെ പ്രാധാന്യത്തോടെ നിൽക്കുന്നുണ്ട്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കേരളത്തിന്റെ ഒരു കാലഘട്ടത്തെ അറിയാൻ ഇത് മതി. കേരളത്തിന്റെ ഒരു ചിരന്തനമായ സംസ്കാരധാരയെ അറിയാൻ ഇത് മതി. കേരളത്തിൽ അന്നന്ന് തെന്നിപ്പോകുന്ന പലതരം ചിന്തകളെക്കുറിച്ച്, പലതരം കമ്പങ്ങളെക്കുറിച്ച് അറിയാനും ഈ പുസ്തകത്തിൽ കഴിയും. ഈ പുസ്തകത്തിലെ രചനകളിലൂടെ നീങ്ങുന്നവർക്ക് കഴിയും. ഇതിനെക്കുറിച്ച് ഈ ഓരോ കാലത്തെക്കുറിച്ചും വിസ്തരിക്കാനുണ്ട്. അത് പറഞ്ഞാൽ നമുക്ക് എത്രയോ ദിവസങ്ങൾ പറയാനുള്ള വക ഇതിലുണ്ട്. ഇത് വെറും ഇതിൻ്റെ രചനാ ശൈലി എന്ന ഒരൊറ്റ കാര്യത്തെക്കുറിച്ച് തന്നെ ധാരാളം പഠിക്കാനുള്ള വകയുണ്ട്. ആ തരത്തിലുള്ള വിഷയങ്ങളിൽ നിഷ്ണാതരായ, ഓരോ തരത്തിലും പ്രാഗൽഭ്യം തെളിയിച്ചിട്ടുള്ള ആളുകൾ വായിക്കുകയാണെങ്കിൽ ഈ പുസ്തകത്തിൽ നിന്ന് പല കാര്യങ്ങൾ, സാധാരണ നിലയ്ക്ക് നമ്മുടെ ഇടയിലൊന്നും പ്രചാരമില്ലാത്ത ഒരുപാട് അറിവിൻ്റെ തലങ്ങൾ ഉദ്ഘാടനം